ഡോക്ടർ ടി.പി. ശശികുമാർ ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ സമയം മുതൽ തന്നെ എനിക്ക് തുടക്കത്തിൽ 2006 ഡിപ്പാർട്ട്മെന്റിൽ വന്നതിന് ശേഷം അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണ്, നടുവിലാണ് സാറ് ജനിച്ചത്. പയ്യന്നൂർ കോളേജിലാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി പി വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രമാണ് സാറിന്റെ മേഖല. അതിൽ തന്നെ PhD എടുത്തു. പിന്നെ ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB എടുത്തു. കൂടാതെ MS സൈക്കോ തെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. ഇത് കൂടാതെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ സാറ് വന്നിട്ട് റിമോട്ട് സെൻസിങ്, ഫോട്ടോഗ്രാമെട്രി, GIS, IT തുടങ്ങിയ മേഖലയിലും സാറിൻ്റെതായ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ സാർ ISRO സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ന്യൂഡൽഹി ക്യാബിനറ്റ് സെക്രട്ടറിയിൽ ഉണ്ടായിരുന്നു, ഡയറക്ടർ UGC അക്കാഡമിക് സ്റ്റാഫ് കോളേജ്. നമസ്കാരം. താങ്ക് യു ഡോക്ടർ ജയപാൽ ആൻഡ് ടീം. യൂണിവേഴ്സിറ്റി എൻ്റെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ണൂരിൽ നിന്നാണ്. സന്തോഷമുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജിയോസ്പേഷ്യൽ ടെക്നോളജീസ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ് എന്നാണ്. മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഭൗമം എന്നാണ്. ഭൂമി എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് ഭൗമം. അതില് ഡെവലപ്മെന്റ് നടത്താനുള്ള എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള ജിയോസ്പേഷ്യൽ ടെക്നോളജീസ്, ഇപ്പൊ GIS റിലേറ്റഡ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ട്, റിമോട്ട് സെൻസിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആനുകാലികമായ സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ് എന്നാണ്, നഗരവികസനങ്ങൾക്ക് ഇതിനെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഇത് സമകാലികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥിരതയുള്ള നഗരവികസനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം സസ്റ്റൈനബിൾ ആവണം. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഹാച്ച് പാച്ച് പ്രോഗ്രാം അല്ല. ഇതൊരു കണ്ടംപററി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ജിയോസ്പേഷ്യൽ ടെക്നോളജികൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. 2050 ആവുമ്പോഴത്തേക്കും ലോക ജനസംഖ്യയുടെ ഏകദേശം 50% അല്ല 70% പേരും നഗരങ്ങളിലായിരിക്കും താമസിക്കുക എന്നാണ് ലോകത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ലോകത്തിന്റെ ഡെവലപ്മെന്റ് നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് മാറ്റം വരുത്തി ഡെവലപ്മെന്റ് പ്രോസസ്സിനെ വളരെ നന്നായിട്ട് ഗവേൺ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ജീവിതം അവതാളത്തിലാവും എന്ന് പറഞ്ഞാൽ ഗതാഗതക്കുരുക്ക് ഇന്ന് തന്നെ നമുക്ക് കാണാം. വലിയ പ്രശ്നമാണ്. എത്ര പാരലൽ റോഡുകൾ എത്ര വീതിയിലുണ്ടായാലും ഗതാഗതക്കുരുക്കൾക്ക് മാറുന്നില്ല. കാരണം അത് ജിയോഗ്രഫിക്കലി സ്പേഷ്യൽ അനാലിസിസോട് കൂടി എവിടെയൊക്കെ ഏത് ഭാഗത്തു കൂടെ യാത്ര ചെയ്താൽ ബ്രിഡ്ജുകളുടെ മുകളിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടും പാരലലി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനായിട്ടും കാര്യമില്ല. ഇതിനെ ജിയോഗ്രഫിക്കലി മനസ്സിലാക്കി അർബനൈസേഷനെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം, അതിലുള്ള ചാലഞ്ചസ്, കൺജഷൻ ഉണ്ടാക്കാതെ എങ്ങനെ കൊണ്ടുപോകാം, അർബൻ റൂറൽ അസമത്വങ്ങൾ, ഇംബാലൻസ് എങ്ങനെ ഇല്ലാതാക്കാം, വിഭവങ്ങള് ക്ഷാമം ഉള്ളൊരു കാലം വരാൻ പോകുന്നു, ഇത് കാലാവസ്ഥാ പ്രതിസന്ധി, ഈ സങ്കീർണതകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിനെ വിശകലനം ചെയ്ത് ബുദ്ധിപൂർവമായി തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന തരത്തില് ഉപകരണങ്ങളും അതിനുള്ള സാങ്കേതിക വിദ്യകളും സ്പേഷ്യൽ അനലറ്റിക്സ് എന്ന് പറയും. ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭൗമ അവകാശ സാങ്കേതിക വിദ്യകൾ ആണ് ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ പോകുന്നത്. ആ അനലിറ്റിക്കലി ബിയോണ്ട് വിസിബിൾ സ്റ്റേറ്റിലേക്ക് നാളത്തുണ്ടാക്കാൻ പോകുന്ന സംഭവങ്ങളെ പ്രെഡിക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന പ്രെഡിക്റ്റീവ് അനാലിസിസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ GIS, റിമോട്ട് സെൻസിങ്, AI ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാലത്തില് നഗരങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം, സ്റ്റാറ്റിക് മാപ്പുകളിൽ വെച്ചിട്ടല്ല. ഇപ്പൊ സർവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിയോഗ്രഫി
സ്റ്റാൻഡേർഡ് പാറ്റേൺ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന സ്റ്റാറ്റിക് മാപ്പുകളാണ്. അത് പോരാ, അതിനെ മാറ്റിയിട്ട് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ട് 21st സെഞ്ചുറി അല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 21st സെഞ്ചുറി എന്ന് പറഞ്ഞാൽ, സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ഡെവലപ്മെന്റ് ഈസ് സോ ഫാസ്റ്റ്. 100 വർഷത്തെ കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം, വരാൻ പോകുന്ന 5 വർഷം. നമ്മൾ മിഡിൽ 2025-ലാണ്. 2020 മുതൽ 2030 വരെയുള്ള തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറി. ഡോക്ടർ TPS അടിച്ചു നോക്കൂ. എല്ലാ കാര്യങ്ങളും തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറിയിൽ റീഡിഫൈൻ ചെയ്യണം. എഡ്യൂക്കേഷൻ ആയാലും ടെക്നോളജി ആയാലും പഠനമായാലും പഠിപ്പിക്കലായാലും സിലബസ് ആയാലും ഒക്കെ വേണം എന്ന് വെച്ച് അത്തരം പ്രവചനങ്ങൾക്ക് മാത്രമേ ഷോർട്ട് ടേം അല്ല പറയുന്നത്, 5 വർഷത്തേക്കെങ്കിലും നിലനിൽപ്പുണ്ടാവാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഗെയിം ചേഞ്ചർ. അങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള ഡിജിറ്റൽ മാപ്പുകൾ, GIS, നഗരവ്യാപനങ്ങളെ കാണിക്കുന്ന തരത്തിൽ, റിമോട്ട് സെൻസിങ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ജലക്ഷാമം, നിർമ്മാണങ്ങൾ എങ്ങനെ നടത്തണം, എങ്ങനെയാണ് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മിഷൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റികളിൽ ഈ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് ഈ സിറ്റി ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് ആ റൂറൽ ഏരിയകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി സ്മാർട്ട് ആവുമല്ല, അവർക്കുള്ള റിസോഴ്സസ് സ്മാർട്ടായിട്ട് കിട്ടുന്ന തരത്തിൽ കണക്ട് ടു ദ വില്ലേജസ്. അപ്പോൾ വില്ലേജും ഡെവലപ്പ് ആവണം. ആ ലൈഫിലേക്ക് സിറ്റിയിലുള്ളവർക്ക് വില്ലേജിൽ പോയി താമസിച്ചിട്ട് സിറ്റിയിൽ വന്ന് ജോലി ചെയ്യാൻ സാധിക്കണം. ഞാൻ പറയാറുള്ളത് നോട്ട് വർക്ക് ഫ്രം ഹോം എന്നല്ല, വർക്ക് ഫ്രം ഫാം. അങ്ങനെ ഒരു ഡിജിറ്റൽ ട്വിൻ പ്രോഗ്രാംസ്, ട്വിന്നിങ് പ്രോഗ്രാംസ്, അത്തരം സെന്ററുകൾ, അവയെക്കുറിച്ച് പഠിക്കാനുള്ള പഠനം, GISന്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് മനസ്സിലാക്കി ഭൗമ അവകാശങ്ങളിൽ ഡാറ്റ എങ്ങനെ അർബൻ സംഭവങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന സാധ്യതയിൽ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും അക്കാഡമിക് ആക്ടിവിറ്റികളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അനലിറ്റിക്സ്, ഡാറ്റ ഡ്രിവൺ ഗവർണൻസ്, ഇതൊക്കെ അവരിലേക്ക് എത്തിക്കുന്ന തരത്തിൽ നമ്മുടെ എഡ്യൂക്കേഷനെ മാറ്റാൻ പറ്റും. കാരണം ഇതൊരു എഡ്യൂക്കേഷൻ കോൺഫറൻസ് ആണ്. ഐ ആം ടോക്കിംഗ് ടു ആസ് എൻ അക്കാഡമീഷ്യൻ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ നമ്മൾ അക്കാഡമിക്സിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷന്റെ ഏറ്റവും വലിയ മാറ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസം. അതാവണം, അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്ത, അതാവട്ടെ നമ്മുടെ കുട്ടികളുടെ തോന്നലുകൾ എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ്, വെള്ളപ്പൊക്കമുണ്ടാവുന്ന മഴ, കടലിന്റെ നിരപ്പുയരുന്നത്, നഗരവാസികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റ് അല്ല, സ്ലോപ്പ് കറക്റ്റ് അല്ല. അപ്പൊ അർബൻ ഇൻഫർമാറ്റിക്സ്, ജിയോസ്പേഷ്യൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഡാറ്റ അത്യാവശ്യമായിട്ട് കണ്ടുപിടിച്ച് ഗവേണൻസിന് എങ്ങനെ ഇൻപുട്ടായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് നമ്മുടെ ഡിസ്കഷൻ. ചെയ്തിട്ടുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ലോകത്തില് ഈ മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും, എന്ത് തരത്തിലാണ് അവയെ സ്മാർട്ട് സിറ്റി ആക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ്, ഏത് തരത്തിലുള്ള അർബൻ പ്ലാനിംഗ് ആണ്, എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം റൂട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് സ്മാർട്ട് ആയിട്ടുള്ള എനർജി ഗ്രിഡ് ഉണ്ടാക്കാൻ പറ്റുക, ഇതിൻ്റെയൊക്കെ ഡാറ്റ വളരെ സ്മാർട്ട് ആയിട്ടുള്ള തരത്തിൽ അന്യോന്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന വിധത്തിൽ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അനലറ്റിക്സ് ഉപയോഗിച്ചിട്ട് അർബൻ ഡാഷ്ബോർഡ്സ് എന്നാണ് പറയുക. അങ്ങനെ GISന്റെ ഉപയോഗത്തോടു കൂടി പൊതുഗതാഗതം നിയന്ത്രിക്കാനും മാലിന്യ ശേഖരണത്തിനും എനർജി ഗ്രിഡുകൾ ഉണ്ടാക്കാനും ഈ ഡാറ്റകൾ ഭൗമ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയാൻ വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പബ്ലിക്കായിട്ട് ഓരോ മനുഷ്യനും അവരവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിപ്പിച്ച് അവരെ കേപ്പബിൾ ആക്കി മാറ്റുന്ന തരത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലാവണം. അല്ലെങ്കിൽ ആ തരത്തിലാണ് ഡെവലപ്മെന്റ് പ്രോസസ്സ് മാറ്റേണ്ടത് എന്നാണ്. അതിന്റെ അർത്ഥം ഇന്ന് ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നല്ല. ഇന്നത്തെ രീതിയിൽ പോയാൽ ഡെവലപ്മെന്റിന് വളരെ ഷാലോ, ചെറിയ തരത്തിലുള്ള ഡെവലപ്മെന്റേ നടക്കുള്ളൂ.
പക്ഷെ ഫാസ്റ്റായിട്ട് ആൾക്കാരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ 3-2-1 വേൾഡിൽ അവർ ഡെവലപ്മെന്റ് ഷുഡ് ബിക്കം മച്ച് ഫാസ്റ്റർ, മച്ച് ബെറ്റർ. കുറേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ കുറേ മാറ്റങ്ങൾ പെട്ടെന്ന് വരുത്തണമെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. കാരണം ലോകത്തിന്റെ ആകപ്പാടെയുള്ള ഡാറ്റ ഡ്രിവൺ urban informatics, geospatial analytics, everything has to become part of the governance. ഭരണത്തിന്റെ ഭാഗമാകണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, അത്തരം റിസർച്ചുകളാണ് ജിയോ ഇൻഫർമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള യഥാർത്ഥ റിസർച്ചേഴ്സ് ചെയ്യേണ്ടത്. അപ്പം ഇതിൽ PhD ചെയ്തിട്ടുള്ള 2-3 പേരുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് അവരെ ഫാക്കൽറ്റി ആയിട്ട് എടുക്കാൻ തയ്യാറാണ്. കാരണം ഞാനും ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഒരു സ്കൂൾ ഓഫ് ജിയോ ഇൻഫർമാറ്റിക്സ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. നമുക്ക് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകൾ ലോകത്തിന്റെ പല ഭാഗത്തും അത്യാവശ്യമായിട്ട് ഡെവലപ്മെന്റ് പ്രോസസ്സിനെ ഗവേൺ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അക്കാഡമിക് ആയിട്ടുള്ള താല്പര്യമുള്ളവരുണ്ടാവണം. ഇപ്പൊ നിങ്ങളൊക്കെ എന്ത് പ്രോജക്റ്റ് ഇത്തരം വിഷയങ്ങളുമായിട്ട് ചെയ്യുമ്പോൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ അതിനൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇതിന് PhD ആവശ്യമാണ്, താല്പര്യമുള്ള കുട്ടികൾ ആവശ്യമാണ്. പക്ഷെ നിങ്ങളുടെ സാധാരണ ഒരു സോഷ്യൽ സയൻസ് ടീച്ചറുടെ നോളജ് പോരാ. യു മസ്റ്റ് ഗെറ്റ് ഇൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജിയോഗ്രഫി. ഇപ്പൊ സാധാരണഗതിയിൽ മാപ്പിംഗ് എന്ന് പറയുന്ന, എനിക്ക് ഓർമ്മയുണ്ട്, JNTU ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ക്ലാസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിൽ 120 എഞ്ചിനീയേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത് പുതിയ ഐഫോണിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ടീമിനെ ഈ ജിയോ ഇൻഫർമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിലുള്ള പഴയ നോളജ് പോരാ. അതുകൊണ്ടാണ് അനലറ്റിക്സ്, മാത്തമാറ്റിക്സ് ഓറിയന്റഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓറിയന്റഡ് ആ നോളജിലേക്ക് നമ്മൾ ചാടണം. ഇതിന് ഈ ക്ലൈമറ്റ് ചേഞ്ച്, അർബൻ റെസിലിയൻസ് മാപ്പിംഗ്, ഇതൊക്കെ പുതിയ പുതിയ ഡയറക്ഷൻസ് ആണ്. ഇതിനൊക്കെ ജിയോസ്പേഷ്യൽ ടൂൾസ് ആവശ്യമാണ്. റിസ്ക് മാപ്പിംഗ്, ഒരു ഫ്ലഡ് വന്നാൽ ഏതൊക്കെ ഭാഗം മുങ്ങിപ്പോകും, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ദ വോളിയം കമ്പ്യൂട്ടേഷൻ, വാട്ടർ ഫ്ലോയിന്റെ സ്പീഡ്, എവിടെയൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവും, അതിന്റെ മാപ്പുകൾ ഉണ്ടാക്കല്, ഇതൊക്കെ റിസ്ക് അനാലിസിസിന്റെ ഭാഗമാണ്. നമ്മുടെ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് തൽക്കാലം പഠിച്ചിട്ട് കാര്യമില്ല. ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് വിത്ത് അനലിറ്റിക്സ് must be able to provide data for this to know what we can do towards making people safer. ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരം കുറേ സ്റ്റഡീസ്, വ്യത്യസ്തമായിട്ടുള്ള സീ ലെവൽ റൈസ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് സുനാമി ആയാലും കടല് അടിച്ചു കയറിയിട്ട് കുറെ മുക്കുവന്മാർക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ സാധാരണഗതിയിൽ ഒരു പൊളിറ്റീഷ്യന്റെ തരത്തിൽ സംസാരിച്ചാൽ പോരാ. അതിന് കൃത്യമായിട്ട് മെഷർമെന്റ് വെച്ച് ദുരിത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് ഒരു റിസ്ക് വരുന്ന സമയത്ത്, ഡിസാസ്റ്റർ വരുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്താൽ പോരാ. അതിനെ പ്രോ ആക്റ്റീവായിട്ട് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നാളെ ഇത്തരം പ്രശ്നങ്ങൾ വരാതെ സേഫ് ആയിട്ടിരിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുന്ന ചിന്തകന്മാരുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറണം. അത് മാറണമെങ്കിൽ ജിയോഗ്രഫി കുറച്ചും കൂടി പ്ലാനിങ് ലെവലിലേക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന തരത്തില് നമ്മൾ മാറാൻ തയ്യാറാവണം. ഇതിന് റെസ്പോൺസ് പ്രോ ആക്റ്റീവ് റെസിലിയൻസ് എന്നാണ് പറയാം. അത്തരം മൂവ്മെന്റ് ആവണം നമ്മുടെ ജിയോഗ്രഫി സ്റ്റുഡൻസിന്റെ ഏറ്റവും നല്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത്തരം PhD വർക്കുകളും അത്തരം പ്രോജക്റ്റുകളും എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ഫണ്ടിങ് വരാൻ സാധ്യതയുള്ള ഫീൽഡുകളാണ്. ഈ നഗരങ്ങളും ഈ അർബനും റൂറലും തമ്മിലുള്ള ഇംബാലൻസ്, അതുകൊണ്ടുണ്ടാവുന്ന പീപ്പിൾ മൂവ്മെന്റ്, അവർക്കുണ്ടാവുന്ന വിഷമങ്ങൾ, അവരുടെ സോഷ്യൽ അനാലിസിസ്, ഇത് സോഷ്യൽ സയൻസും സൈക്കോളജിയും ആന്ത്രപ്പോളജിയും സോഷ്യൽ സയൻസിലുള്ള സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അത് പൊളിറ്റിക്കൽ ആയാലും ഹിസ്റ്റോറിക്കൽ ആയാലും സോഷ്യോളജിക്കൽ ആയിട്ടുള്ളതും
സ്പേഷ്യൽ അനാലിസിസ് വിത്ത് എ സോഷ്യോളജിക്കൽ ചേഞ്ച്. ചില സ്ഥലങ്ങളിലൊക്കെ കുറേ ബിൽഡിംഗ് ഉണ്ടാവും, പക്ഷെ ഒരു പാർക്ക് പോലും ഉണ്ടാവില്ല. പല അർബൻ ഡെവലപ്മെന്റുകളുടെയും ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്ലാനിങ് എങ്ങനെയാണ്, നമ്മുടെ ലോകത്ത് അത്തരം പ്ലാനിങ് വരുമ്പോൾ എങ്ങനെയൊക്കെ ഇതിനെ മാറ്റണം. ഞാൻ മ്യാൻമാർ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി മാറ്റുന്ന സമയത്ത് സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചത് പഠിച്ച ഒരാളാണ്. അവിടെ അക്കമഡേഷൻ, ആശുപത്രികള്, റോഡുകള്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എത്ര രസകരമായിട്ടാണ് പ്ലാൻ ചെയ്തതെന്നാണ്. നമ്മുടെ പുതിയ പുതിയ കോളനികൾ ഉണ്ടാക്കുമ്പോൾ, കുടിയേറ്റ കോളനികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി അർബൻ ജസ്റ്റിസ് എന്ന് പറയാൻ വേണമെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ, വികസനങ്ങളിൽ എന്തൊക്കെ ഭാഗങ്ങൾ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റണം. ഇത് എന്തിലേക്ക് പോകണം? പോളിസി ഡെവലപ്മെന്റിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെയൊക്കെ പ്ലാനിങ് നടക്കണം. ഇത് എങ്ങനെ ഗവേണൻസിലേക്ക്, സസ്റ്റൈനബിൾ ഗവേണൻസിലേക്ക്, പോളിസി ഡെവലപ്മെന്റിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുക, അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, നിർമ്മാണങ്ങൾ നടത്തുന്ന സമയത്ത് നയപരമായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ മെട്രോ കൺസ്ട്രക്ഷൻ ആയാലും പുതിയ റെയിൽവേ ലൈനിന്റെ കാര്യങ്ങളായാലും കേരളത്തിൽ ഉണ്ടാവുന്ന അങ്കലാപ്പുകൾ നമുക്കറിയാം. ഒരു ഹൈവേ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള അതേ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തും ജിയോഗ്രഫി ഡിഫറൻ്റ് ആണ്. നമ്മൾ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആണ്, പക്ഷെ ലോക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടി പഠിച്ചിട്ട് വേണം. അതാകെ കൊടുക്കാൻ പറ്റുന്നത് ഈ ജിയോഗ്രഫി എക്സ്പെർട്ടൈസ് ലോക്കൽ ആൾക്കാർക്ക് മാത്രമാണ്. ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും തൊട്ടടുത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ, അത് വായുവിന്റെ ഗുണമായാലും കുറേ നിരീക്ഷണങ്ങൾ നടത്തി യുണൈറ്റഡ് നേഷൻ SDGകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഓരോ സ്പേഷ്യൽ ഡാറ്റയും നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക്, സ്റ്റുഡൻസിന്, ഞാൻ അക്കാഡമിക്കിലാണ് വർക്ക് ചെയ്യുന്നതും അക്കാഡമിക്കിനോടാണ് സംസാരിക്കുന്നതും, അപ്പം ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഈ പോളിസി ഡെവലപ്മെന്റിലെ ഓരോ കുട്ടിക്കും, ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ ടീച്ചേഴ്സിനും ഇത് എങ്ങനെ നമ്മുടെ പരിസ്ഥിതി പഠനങ്ങൾ, നഗരങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഭൂമിശാസ്ത്രപരമായിട്ട് എന്തൊക്കെ ഇതിനെ കോട്ടങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ എർത്ത് ഈസ് അവർ ലാൻഡ്, ഭൂമി ദേവി, ഭൂമി അമ്മ എന്നാ പറയാം. അതില് നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾക്ക് റിമോട്ട് സെൻസിങ്, GIS, ഡാറ്റ വിഷ്വലൈസേഷൻ, അത്തരം സംഭവങ്ങളിൽ തുടങ്ങി PG വിദ്യാർത്ഥികൾക്ക് പ്രോബബ്ലി AI, മിഷൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ജിയോസ്പേഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഭൂമിയെ ഏറ്റവും നല്ല തരത്തിലേക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും സൃഷ്ടിക്കാൻ, ആ കൺസേൺ എങ്കിലും ഉണ്ടാക്കാൻ ഇത്തരം ഈ നമ്മുടെയൊക്കെ സംവാദങ്ങൾക്കും കോൺഫറൻസുകൾക്കും ടോക്കുകൾക്കും ഒക്കെ സാധിക്കുമെങ്കിൽ അതിൽ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് സംവാദിച്ച്, നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാനൊക്കെ തയ്യാറാവുമ്പോൾ ഐ എം ഷുവർ വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ ലോകത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമ്മൾ ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. ഈ ഒരു ടോക്ക് കൊടുക്കുമ്പോൾ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ സാധാരണ കുട്ടികളായിട്ടല്ല കാണുന്നത്. കാരണം എൻ്റെ വലിയ സ്വപ്നങ്ങളിലൊന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ സിവിൽ സർവീസിലേക്കൊക്കെ എത്തിക്കാനുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോറ്റുപോകുന്ന മിക്കവാറും കുട്ടികൾ ജിയോഗ്രഫി സബ്ജക്റ്റിലാണ്. സിവിൽ സർവീസിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ജനറൽ നോളജ് ടോപ്പിക്കിൽ മിക്കവാറും ആൾക്കാരുടെ ഫെയിലിയർ എന്ന് പറയുന്നത് ജിയോഗ്രഫിയിലാണ്. അതിന് കാരണം സ്കൂൾ ലെവലിലുള്ള ജിയോഗ്രഫി ടീച്ചേഴ്സിന്റെ വലിയ ബോധമില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ ടീച്ചേഴ്സിനെ, ജിയോഗ്രഫി ടീച്ചേഴ്സിനെ കുറെ പഠിപ്പിച്ചത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ പാസ്സായി പോകുന്നവര് നാളെ സ്കൂളിലെ ടീച്ചേഴ്സായി മാറിയാലും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സിവിൽ സർവീസിലൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും, അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജിയോഗ്രഫി
ഈസ് ദ മദർ ഓഫ് ഓൾ സബ്ജക്ട്സ് എന്നാ പറയാം. അത് കാണാനും നമ്മുടെ നാളത്തേക്ക് വരുന്ന മാറ്റങ്ങളെ ഗവേൺ ചെയ്യുന്ന, അതിനെ സൃഷ്ടിക്കുന്ന, അതിന് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ബോർഡ് കൊടുക്കാൻ പറ്റുന്ന ഫണ്ടമെന്റൽ സ്കിൽ, GIS, റിമോട്ട് സെൻസിങ്, ഡാറ്റ വിഷ്വലൈസേഷൻ, ഇപ്പോഴുള്ള എല്ലാ മോഡേൺ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ ശ്രദ്ധയെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് നടക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അരമണിക്കൂറായി സംസാരിക്കണം. ഐ ക്യാൻ ടോക്ക് മോർ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് ബിക്കോസ് ഐ ലൈക്ക് ഇന്ററാക്ഷൻസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോർ ദാൻ my blah 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 lectures. Okay, thank you for this opportunity. I wish you have some points to discuss and dialogue and debate. I'll be there at your service. Thank you so much. Okay, Prasad, can you be moderator, because as Shashimar sir has given the flag to us, I think TK Prasad, one of my colleague, associate professor, Shashimar sir വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. Prasad, please have a serious moderation with regard to this continuation of this British course. അതെ. സാറേ നമസ്കാരം. നമസ്കാരം. വളരെ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തില് അത്രയും ലളിതമായിട്ടാണ് സാറ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അല്ല, ഐ ഹാഡ് എ പ്രോബ്ലം ബിക്കോസ് ഐ നെവർ ന്യൂ ദാറ്റ് ഇറ്റ്സ് ഇൻ മലയാളം. പക്ഷെ എൻ്റെ അറിയുന്ന അന്ന് ആ പോയിന്റ് കൊടുത്തത് എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ഐ ട്രൈ ടു എക്സ്പാൻഡ് ഇറ്റ് ലിറ്റിൽ ബിറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതെ. താങ്ക് യു സർ. താങ്ക് യു. സർ. ഇപ്പൊ നമ്മുടെ പുതിയ കുട്ടികൾ വളരെ ഗൗരവത്തിലാണ് ഒരുപക്ഷെ സാറിന്റെ ടോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ വേണ്ടത് ബേസിക്കായ ജോഗ്രഫി ആപ്ലിക്കേഷൻ മുതൽ റിമോട്ട് സെൻസിങ്ങോ റോബോട്ടിക്സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഡീറ്റെയിൽ സർവേയിങ്ങോ ഏത് മേഖലയുമായിട്ട് നമ്മുടെ വിഷയം എങ്ങോട്ട് മുന്നോട്ട് പോകണം, അത് എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന റിസോഴ്സ് സംബന്ധം കിട്ടിയിരിക്കുന്നത്. കാരണം ഒരേ സമയം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പഠിച്ചത്, വളർന്നത്, ചെയ്ത പ്രവർത്തനങ്ങള്, സോഷ്യൽ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റികള്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഉയർന്ന സ്ഥാനത്തും ചെയ്യുന്ന ഗവേണൻസ് പ്രവർത്തനങ്ങള്, അഡ്മിനിസ്ട്രേഷൻ എന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യവും ചോദിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ്. ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മോട് കാണിക്കുന്ന ലാളിത്യവും അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികൾ 1-2 പേരെങ്കിലും സാറിനോട് സംസാരിക്കുകയോ ഒന്ന് ഇന്ററാക്ട് ചെയ്യുകയോ ചെയ്യാം. എനിക്കൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ അല്ലേ അഖിലേ, you are there? Yes sir. Hello. Yeah, you just start interaction. Hello sir, good evening sir. നമസ്കാരം ഡോക്ടർ അഖിൽ. സർ, ഞാൻ ഈ ടൗൺ പ്ലാനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കുറച്ച് കോൺട്രാക്ട് ബേസിൽ കുറച്ചാലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഈ ജോഗ്രഫി ആയിട്ടൊരു ഇത് പലപ്പോഴും കുറഞ്ഞു പോയിട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ജോഗ്രഫിക്കലെ അല്ല പല കാര്യങ്ങളും ചെയ്തിട്ടില്ല, ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ കാര്യമാണ് കുറച്ച് എറണാകുളത്തെ വർക്ക് ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന്? അത് ബേസിക്കലി എല്ലാ ടൗൺ പ്ലാനിങ്ങിലും ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് അല്ല, അവരൊക്കെ മിക്കവാറും സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മെഷർമെന്റും കൃത്യമായിട്ട് ഓൺ ദ ഗ്രൗണ്ട് നടത്തും. ജിയോഗ്രഫി ഹാസ് ബിക്കം ഓൺലി എ തിയറട്ടിക്കൽ ക്ലാസ്. അതുകൊണ്ടാണ് അപ്പൊ തിയറട്ടിക്കൽ ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് പ്രാക്ടിക്കലായിട്ട് മാറേണ്ടതാണ് ജിയോഗ്രഫി ക്ലാസ്സുകൾ. എനിക്കറിയില്ല എത്ര പേര് കഡസ്ട്രൽ മാപ്പ് ഉപയോഗിക്കുന്ന, അതും നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാച്ചില്ലായ്മയുണ്ട്. അതുപോലും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവരാണ് പലപ്പോഴും ജിയോഗ്രഫി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. പ്രൊജക്ഷൻസ് നന്നായിട്ട് അറിയില്ല. അപ്പൊ അതിന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് അല്ല. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ കുറെ രാജ്യങ്ങളുടെ അതിർത്തികളും അല്ലെങ്കിൽ ജിയോ സ്പേഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളിലേക്കോ ജിയോ ഡെസിയിലേക്കോ എത്തിയിട്ടില്ല. അപ്പൊ അത് കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ ഓറിയന്റഡ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ്, ഓൺ ദ ഗ്രൗണ്ട് നടത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്താൽ ഐ എം ഷുവർ ദാറ്റ് വിൽ വർക്ക്. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം എനിക്കറിയില്ല, ജിയോഗ്രഫി മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും
നിങ്ങൾ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് മാപ്പ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാ തിയോഡലൈറ്റ്, എന്താ തിയോഡലൈറ്റ് എന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഓൺ ദ ഗ്രൗണ്ട് തിയോഡലൈറ്റ് ഉണ്ടാക്കിയിട്ട് മാർക്ക് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഇപ്പം I am someone who knows theoretically geography and I know practically civil engineering. I know how is it done from the space. ഈ മൂന്നും അറിയുന്നത് കൊണ്ടാണ് ഇത്ര കറേജിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ സർവേ ഓഫ് ഇന്ത്യയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഐ ടീച്ച്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് വന്നിട്ടുള്ളവരെയാണ് സാധാരണ റിമോട്ട് സെൻസിങ് ഒക്കെ പഠിപ്പിക്കുക. എന്തുകൊണ്ട് ജിയോഗ്രഫി പഠിച്ച ആൾ വരാത്തത്? ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ ഇൻഫർമാറ്റിക്സിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഐ എം ഷുവർ ജിയോഗ്രഫി വിൽ ബിക്കം മച്ച് മോർ പൊട്ടൻഷ്യലി ഗുഡ്. സാറ് നേരത്തെ ഇപ്പോഴാണ് സാർ അത് അത് ഇപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ തൊട്ട് എന്റെ മനസ്സിലോട്ടൊരു ചോദ്യമാണ്, ഇത് നഷ്ടപ്പെട്ടുള്ളത് അത് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. സാറ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ തുടങ്ങാം. സ്കൂൾ തലത്തിൽ തന്നെ ഭൂമിശാസ്ത്രത്തിനോടുള്ള താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. അത് സാറ് നേരത്തെ സൂചിപ്പിച്ച ഒരേ ഒരു കാര്യം, പലപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഡിഗ്രി ലെവലിൽ പോലും അല്ലെങ്കിൽ ഒരു ലെവലിലും ഭൂമിശാസ്ത്രം പഠിക്കാത്ത അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അതൊരു കാരണം തന്നെയാണ്. ഇപ്പൊ സാറ് പറയും മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട്. എനിക്കറിയാം സാറിനെ പോലെ തന്നെ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലോടുകൂടി നമ്മുടെ കേരളത്തിലുള്ള ഭൂമിശാസ്ത്രകാരന്മാരുണ്ട്. പക്ഷെ അവരൊക്കെ കാണിക്കുന്ന അത്രയും താല്പര്യം മറ്റുള്ളവർ കാണിക്കാൻ പറ്റാത്തത് ചെറിയ ക്ലാസ്സുകളിലെ ഈ പറഞ്ഞ നമ്മുടെ ഈ FIM നമ്മുടെ BSc ജോഗ്രഫിയിലെ മെജോറിറ്റി കുട്ടികളും ഹ്യൂമാനിറ്റി സ്ട്രീമിൽ നിന്നാണ്. അവരുടെ ബേസിക് സബ്ജക്ട് എന്ന് പറയുന്നത് ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. അപ്പോ അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ സയൻസ് BSc സയൻസ് എത്തുമ്പോഴത്തേക്കും അവർക്ക് ബേസിക് മാത്തമാറ്റിക്സ് ഒരു കുറവ് ഒരുപക്ഷെ സാർ നേരത്തെ സൂചിപ്പിച്ചോടെ കെഡസ്റ്റൽ മാപ്പ് ഒരു ടോപ്പോഗ്രഫിക്കൽ ഒരു സ്ഫിയറിൽ നിന്നും ഒരു കെഡസ്റ്റലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഗ്രഹിക്കാനുള്ള അവസരമില്ല. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും സാർ? പുറത്തൊക്കെ ജോഗ്രഫി കൂടുതൽ ഹ്യൂമൻ ജോഗ്രഫി ഓറിയന്റഡ് ആണ്, ഫിസിക്കൽ സയൻസ് എല്ലാം കൂടുതൽ ജിയോളജിക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനിയുള്ള കാലങ്ങളില് നമുക്ക് എങ്ങനെ ജോഗ്രഫി കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടും ജിയോ ഇൻഫർമാറ്റിക്സിൽ ജോഗ്രഫിക്കാരെ ഉൾപ്പെടുത്താനും സാധിക്കും? സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഈ സാധാരണ ജിയോഗ്രഫി ടീച്ചേഴ്സിന് ഇഷ്ടം പോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ള ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ സാധാരണ ജിയോഗ്രഫിയിൽ പഠിപ്പിക്കും 15 മിനിറ്റ് മാറിയാൽ 1 അവർ മാറും, അല്ലെങ്കിൽ 1 ഡിഗ്രി ഭൂമി റൊട്ടേറ്റ് ചെയ്യാൻ 4 മിനിറ്റ് വേണം. പക്ഷെ ഇതെങ്ങനെയാണെന്നൊരു ജിയോഗ്രഫി ടീച്ചറിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റാണ്ടാവും. നമുക്ക് ടൈം ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യ 60 ഡിഗ്രി ആണ്. രാവിലെ 4 മണി ആവുന്ന സമയത്ത് മറ്റേ ഭാഗത്ത് 4 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ടൈം ഡിഫറൻസ് ജിയോഗ്രഫിയിൽ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് എന്ന് 360 ഡിഗ്രി എന്ന് പറയുന്ന അർത്ഥം 24 മണിക്കൂർ കറങ്ങുമ്പോൾ 15 മിനിറ്റ് കറങ്ങാൻ 1 മണിക്കൂർ വേണം എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന ബേസിക് മാത്തമാറ്റിക്സ് പോലും അല്ലെങ്കിൽ ഫിസിക്സ് പോലും അല്ലെങ്കിൽ ഈ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ടൈം തമ്മിലുള്ള ഡിഫറൻസ് പോലും കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തവരാണ് ജിയോഗ്രഫി ടീച്ചേഴ്സ് എന്നുള്ളതാണ്. കാരണം അവർ മാത്സ് അറിയാത്തതുകൊണ്ട് സോഷ്യൽ സയൻസ് എടുക്കുന്നവരാണ്. ആ കാലം മാറി. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ റിമോട്ട് സെൻസിങ് ഡീൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഉണ്ടാക്കുന്നത് മാപ്പാണ്. എന്നുവെച്ചാൽ എൻ്റെ ജോബ് ജിയോഗ്രഫിയാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജിയോഗ്രഫി പഠിച്ച ആളല്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ജിയോഗ്രഫി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി, എന്തുകൊണ്ട് 20 വർഷം എനിക്ക് ജിയോഗ്രഫി വെച്ചിട്ടുള്ള ശമ്പളത്തിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മൈ മാത്തമാറ്റിക്സ് ഈസ് സ്ട്രോങ് എന്നാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരാളും ജിയോഗ്രഫിക്കാരനല്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന മാപ്പാണ്, പക്ഷെ ഒരാളും ജിയോഗ്രഫിക്കാരല്ല. എന്തുകൊണ്ടാണ്? കാരണം സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും അറിയുന്നവർക്ക് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചിട്ട് ജിയോഗ്രഫി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ജിയോഗ്രഫി ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് റിമോട്ട് സെൻസിങ് ചെയ്താൽ അവർക്ക് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് 10ാം ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സ് മതി. മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയാണ്. അത് കൃത്യമായിട്ട് അറിയുന്നവരാവണം.
എന്തുകൊണ്ടാണ് പലരും തോറ്റുപോകുന്നത്? എല്ലാ എക്സാമിനേഷനും മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, അത് കഴിഞ്ഞിട്ടല്ലേ ജനറൽ നോളജ്, ജിയോഗ്രഫിയും ഹിസ്റ്ററി ഒക്കെ വരുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള നോളജ് വളരെ ഡെപ്തിൽ പോവാൻ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അപ്പൊ അതുകൊണ്ട് ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റിനല്ല പരാജയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കൂൾ ലെവലില് അവരെ നന്നാക്കണം. അപ്പൊ അവരെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത ജനറേഷൻസിലെ ടീച്ചേഴ്സായി പോകുന്ന ജിയോഗ്രഫി ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും അനലറ്റിക്സ് കൂടി ചേർന്ന്, അതുകൊണ്ടാണ് ജിയോ ഇൻഫർമാറ്റിക്സ് ആയിട്ട് മാറിയത്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഐ ആം ഷുവർ അടുത്ത ജനറേഷൻസിലേക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഞാൻ പോസിറ്റീവാണ് ഈ ഒരു ചേഞ്ചിൽ. ഇത് ജിയോഗ്രഫിയിൽ മാത്രമല്ല, ഈവൻ എക്കണോമിക്സില് പണ്ട് വെറും എക്കണോമിക്സ് മതി, ഇപ്പൊ എക്കണോമെട്രിക് വേണം, ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം, കുറെ മാത്സ് അറിയണം. അപ്പൊ എല്ലാത്തിലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കൂടി ജിയോഗ്രഫിയിൽ ഉൾപ്പെടുമ്പോഴാണ് ജിയോഗ്രഫി ബിക്കംസ് ടെക്നിക്കലി വയബിൾ ആവുക. അത് അത്യാവശ്യമായിട്ട് മാറേണ്ടതാണ്. I think this is open to discussion among the students. നിങ്ങളുടെ അറിയാലോ, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇനി അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം. ഷേബ, വെദർ ആർ യു നെറ്റ്വർക്ക് ഒക്കെ പ്രോബ്ലം മാറിയോ ഷേബയ്ക്ക്? പ്രസാദ് പ്ലീസ് മോഡറേറ്റ്. ചോദിക്കും. കേൾക്കാം, ചോദിക്കും. ഞാനൊരു ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ക്യാൻ ആസ്ക്. പറയൂ ഷേബ എവിടുന്നാ? എന്റെ വീട് പാലക്കാടാണ്. ഓക്കെ സാർ, അപ്പൊ സാറ് പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളൊക്കെ മീൻസ് എന്റെ വീട്ടിൽ എന്റെ ടീച്ചേഴ്സ് ആയിട്ട് പലതും ഞാൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ പേയിങ് ഗസ്റ്റ് നിൽക്കുന്ന വീട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ട്, അവൻ 9ാം ക്ലാസ്സിലെ പഠിക്കും. അവൻ എന്നും എന്നോട് വന്ന് പറയും ജോഗ്രഫി കേട്ട സബ്ജക്റ്റ് ആണ്. എന്നോട് ഇങ്ങനത്തെ പറയും വന്നിട്ട്, എനിക്ക് ജോഗ്രഫി ഒന്നും മനസ്സിലാവണം ചേച്ചി, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഒരു സബ്ജക്ട് ഉണ്ടാക്കി വെച്ചിരുന്നത്, അങ്ങനെ വന്ന് പറയും. അപ്പൊ ഞാൻ പറയും സിമ്പിളാടാ, മനസ്സിലാക്കി പഠിച്ചാൽ ശരിയാവുന്നേ ഉള്ളൂ. അപ്പൊ അവൻ സ്ഥിരം പറയാം അവന്റെ ടീച്ചർ കൊള്ളൂല്ല, ടീച്ചർ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എത്രത്തോളം സ്കൂളുകളിൽ നൽകുന്ന ഒരു ബേസിക് ലെവലിലുള്ള ഒരു സ്റ്റഡീസ് നമുക്ക് തരുന്ന ഒരു അപ്രോച്ച് വെച്ച് നമുക്ക് ഭാവിയിൽ ഉണ്ടാവുക. സാറ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ സാറ് പറഞ്ഞത് മാത്തമാറ്റിക്സിൽ ഞാനും ഭയങ്കര വീക്കാണ് പറഞ്ഞു നടക്കുന്നത്. അതേപോലെ സ്കൂളുകളിലുള്ള എന്റെ മാത്സ് പഠിച്ച ടീച്ചർ അത് മോശമല്ല, പക്ഷെ എനിക്കത് ക്യാച്ച് ചെയ്യാൻ എനിക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല പല അവസരത്തിലും. അതായത് അവര് പറയുന്ന ആൻസർ പറയുന്ന കുട്ടികളെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുക, അല്ലാതെ പുറകിൽ നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സാറ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഒരു GS-ന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എനിക്കതിന്റെ കാര്യം ഡൗട്ട് ഒന്നും അതിനെ ഭയങ്കരമായിട്ടൊന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. കാരണം എന്റെ മൈൻഡും ഇതിലേക്ക് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. ആക്ച്വലി ഒരു ഇന്ററാക്ഷൻ ആണെച്ചാലും സാറിനായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റിയതും സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണെച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം, ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ അത്ര ഹാപ്പി അല്ല ഈ ക്ലാസ്സിൽ. ഒന്നാമത് ഈ ഡിജിറ്റൽ ക്ലാസ്സുകൾ എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ ക്ലാസ്സുകൾ സാധാരണ ബ്ലാബ്ല അല്ല, ഞാൻ ഇത്തരം കുറെ ജിമിക്സ് ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ പോകുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലും അല്ല താമസിക്കുന്നത്, ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ എൻ്റെ ബാഗിലുണ്ടായിരുന്ന ചെറിയൊരു സാധനം നിങ്ങൾ കാണിച്ചു തരാം. ഇത് ചൈനീസ് സ്കെയിലാണ്, എന്ന് വെച്ചാൽ കുറെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിലാണ്. ഇതിൽ 1 ഫീറ്റ് ഡിസ്റ്റൻസിലുള്ള 4 സ്കെയിലുകൾ. അപ്പം ഞാൻ സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്, ഇത് 4
കണക്ട് ചെയ്താൽ എനിക്കൊരു സ്ക്വയർ ആക്കാം. ഇതിനെ ഒന്ന് ചെരിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് ദിസ് ഇൻ ടു എ സർക്കിൾ. ഏറ്റവും നല്ലൊരു ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിളാണ്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ജിയോഗ്രഫി ഒക്കെ പഠിപ്പിക്കാറ്. ഇതില് ഈ ഒരു നട്ട് ബോൾട്ട് മാറ്റിയിട്ട്, താഴത്തെ നട്ട് ബോൾട്ട് മാറ്റിയിട്ട് ഐ ക്യാൻ കണക്ട് എ റോഡ്. ഒരു റോഡ് കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടാക്കിയിട്ട് ഞാനിതിനെ നല്ലോണം കറക്കിയാൽ കുറച്ച് സമയം കറങ്ങുമ്പോഴത്തേക്കും ഇതൊരു എലിപ്സ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് എർത്തിന് എലിപ്സോയിഡ്. ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഈ സെന്റർ ബൾജ് ചെയ്തിട്ട് പോൾസ് ഫ്ലാറ്റൻ ആവുന്നത്. ഇതൊരു മാത്തമാറ്റിക്കൽ ലോ ആണ്. അപ്പൊ അത് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവര് ദേ ക്യാൻ സീ ജിയോഗ്രഫി എന്നാണ് ഞാൻ പറയാം. ആ സീയിങ് ജിയോഗ്രഫി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് കാണുന്ന സമയത്ത് ജിയോയിഡ് ഇങ്ങനെയാണ്, ഇത് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഇപ്പൊ ഷീബ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങൾ നമ്മൾ സാധാരണ കാണാറുള്ളത് മാത്സ് ഇഷ്ടമായിട്ടുള്ളവർക്ക് സോഷ്യൽ സയൻസ് ഇഷ്ടമല്ല എന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇഷ്ടമുള്ള ആൾക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് രണ്ടും ഒരേ സബ്ജക്റ്റ് ആണെന്ന് ഞാൻ ഒരു 4 feet ഉപയോഗിച്ചിട്ട് അതിന്റെ സർക്കംഫറൻസ് 4 feet ആക്കി മാറ്റി, അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് സർക്കിളാക്കി മാറ്റി, അത് 2πr ആക്കി കാണിച്ചു കൊടുത്ത്, അത് കുറച്ചും കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എലിപ്സ് ആക്കി മാറ്റി, അത് കറക്കി എലിപ്സോയിഡ് ഉണ്ടാക്കിയിട്ടാണ് ഭൂമി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഓ ഇതാണോ മാത്സ് എന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു സ്കെയിലാണ്. ഞാൻ ഈ സ്കെയിൽ എന്ന് പറയുന്നത് ഐ ക്യാൻ എക്സ്പാൻഡ് ദ സ്കെയിൽ. ഇതില് കംപ്ലീറ്റ് ലോകത്തിന്റെ ഹിസ്റ്ററി ഐ ക്യാൻ മാർക്ക് ഇറ്റ്. ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആ നമ്പറിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലോകത്തിന്റെ ചരിത്രം ഫുൾ ഒരു നമ്പർ ലൈനിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ ഹിസ്റ്ററി ബിക്കം സോ സിമ്പിൾ. ഈ ഹിസ്റ്ററി ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഹിസ്റ്ററി നടക്കുന്ന ഓരോ രാജ്യവും ഒരു ആറ്റ്ലസിലോ ഒരു ഗ്ലോബിന്റെ മുകളിലോ വരച്ച് അത് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലേണിംഗ് ഹിസ്റ്ററി. അപ്പൊ ഞാൻ ഹിസ്റ്ററി ആയാലും സിവിക്സ് ആയാലും ജിയോഗ്രഫി ആയാലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യമായിട്ട് അറിയേണ്ടത് ഇതൊക്കെ അന്യോന്യം റിലേറ്റ് ചെയ്ത് പഠിക്കാനും ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാനും കാണിച്ചു കൊടുക്കാനും പറ്റുന്നതാവണം നമ്മുടെ ക്ലാസ് എന്നാണ്. മിക്കവാറും നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ബ്ലാ 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 മാത്രമാണ്. കുറേ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഉള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അടുത്ത കാലത്ത് പല ഭാഗത്തും യാത്ര ചെയ്തിട്ട് പോകുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് പറയാറുണ്ട്, ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടല്ല പഠിപ്പിച്ചത്, അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. യാത്രയാണ് ജിയോഗ്രഫി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ ലോകത്തിലെ പല സ്ഥലങ്ങളും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചേർത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഡോക്ടർ TPS നടിച്ചു നോക്കിയാൽ ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇഫ് എ സ്റ്റുഡൻറ് ഹാസ് ടു ലേൺ ഹി മസ്റ്റ് ട്രാവൽ. ഒരു ടീച്ചർക്ക് നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ലോകം യാത്ര ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഇന്ന് അതൊന്നും ഇല്ലെങ്കിൽ വെറും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറ്റും. ഇപ്പം ഞാൻ എത്ര പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോവാം, ഗൂഗിൾ മാപ്പ് എടുക്കുക, മൊബൈലിൽ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ടൈപ്പ് മൈ നെയിം ഡോക്ടർ TPS. എൻ്റെ വീട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വൈ ആം ഐ ഏബിൾ ടു ഗെറ്റ് ഇറ്റ്? ബിക്കോസ് ഐ യൂസ് ജിയോഗ്രഫി ഡേ ഇൻ ആൻഡ് ഔട്ട് ഇൻ മൈ ഡെയിലി ലൈഫ്. എത്ര ജിയോഗ്രഫി ടീച്ചർമാര് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ക്ലാസ്സിൽ പിന്നെ ജിയോഗ്രഫി പഠിപ്പിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അപ്പൊ നമ്മൾ മോസ്റ്റ് മോഡേൺ ആയാലും പഴയ സ്കെയിൽ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളായാലും നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി കുട്ടികളെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ക്ലാസ് എനിക്ക് ഇഷ്ടമല്ല, കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന തരത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് ചാപ്റ്റർ
ഏത് ക്ലാസ്സിൽ എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങളൊരു ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഡോണ്ട് യു ഹാവ് ടു ഗിവ് മീ എ പ്രീ നോട്ടീസ്. നേരത്തെ എൻ്റെ അടുത്ത് പറയേ വേണ്ട. ഏതെങ്കിലും കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് ഡോക്ടർ TPS സംസാരിക്കണമെങ്കിൽ ഐ വിൽ ഷോ യു ഹൗ. ജിയോഗ്രഫി ഡോക്ടർ TPS നടിച്ചാൽ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ 1-2 ക്ലാസ്സുകളെങ്കിലും ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടുള്ള ഭാരതീയമായ പഴയ ഇന്ത്യൻ നോളജ് സിസ്റ്റം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. പണ്ട് നമ്മുടെ ഗ്രീൻവിച്ച് മെറീഡിയൻ വെസ്റ്റും ഈസ്റ്റും ഡിഫൈൻ ചെയ്യുന്നതിനേക്ക് എത്രയോ വർഷം മുമ്പ് ഭാരതത്തില് ഒരു ഗ്രീൻവിച്ച് മെറീഡിയൻ ഇക്വലന്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങളൊക്കെ ജിയോഗ്രഫി പഠിക്കുന്നവരാണ്, ഇന്ത്യക്കാരാണല്ലോ. ഗ്രീൻവിച്ച് മെറീഡിയൻ ഇക്വലന്റ് ആയിട്ടുള്ള ഭാരതത്തിലെ ഒരു ഗ്രീൻവിച്ച് ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം. ഭൂമിയുടെ സെന്റർ എന്നാ പറയാന്ന്. 0 ലോഞ്ചിറ്റ്യൂഡ് വാസ് പാസിംഗ് ത്രൂ ഇന്ത്യ. ഇന്നിപ്പോ അങ്ങനെയല്ല, അങ്ങനെ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും? ഉറങ്ങിപ്പോയോ എല്ലാരും? എനിബഡി? നമ്മുടെ പഴയ പൗരാണികമായ പല ക്ഷേത്രങ്ങളും പണിയുന്ന സമയത്ത് എത്ര രസകരമായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ കൃത്യമായിട്ട് വരുന്ന തരത്തിൽ മാത്രം പണിതിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. അപ്പൊ അവർക്ക് എത്ര നോളജ് ഉണ്ടായിരുന്നു ആലോചിച്ചു. ആരുമില്ലേ? someone should respond. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാ. ലങ്കാ വാത്സ്യപുരാവന്തി സ്ഥനേശ്വര സുരാലയ എന്നാണ്. ലങ്കയിൽ ഒരു കുറ്റിനാട്ടി വാത്സ്യപുരം. എവിടെയാ വാത്സ്യപുരം എന്നറിയോ? വാത്സ്യപുരം വാത്സ്യായനന്റെ നാടാണ്. വാത്സ്യായൻ എന്ന് പറഞ്ഞാൽ ഖജറാവോലാണ്. ലങ്കയിൽ ഒരു കുറ്റിനാട്ടി, ഖജറാവൂൽ ഒരു കുറ്റിനാട്ടി. അത് രണ്ടും കൂടി ഒരു സുര എന്ന് പറഞ്ഞാൽ ത്രെഡ് എന്നർത്ഥം, നൂലെന്നർത്ഥം. ആ നൂല് കെട്ടിയാൽ ദേശാന്തരവിദായനി എന്നാണ്. അതാണ് ഈസ്റ്റും വെസ്റ്റും രണ്ടായി തരംതിരിക്കുന്ന 0 ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ എന്ന് ഭാരതത്തില് നമ്മുടെയൊക്കെ വരാഹമിഹിറിന്റെ കാലം മുതൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ജിയോഗ്രഫിയിൽ മോഡേൺ ആയിട്ടുള്ളത് പോട്ടെ, ഭാരതീയ പൈതൃകം പോലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അതുപോലെ സൂര്യന്റെ ഡയറക്ഷൻ പഠിക്കണമെങ്കിൽ സമയം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന മിഷൻസ്, ജന്തർ മന്ദിർ, അവിടുത്തെ മാത്തമാറ്റിക്സ്, അത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി പ്ലസ് മാത്തമാറ്റിക്സ്, അതാണ് അസ്ട്രോണമി എന്ന് പറയുന്ന സബ്ജക്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് താല്പര്യവും അതിനോടുള്ള ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ടാവണം. അതുണ്ടായിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ മേക്ക് ഇറ്റ് വണ്ടർഫുൾ. അതല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി ഫോർ 2000 years ഇൻ എ മീറ്റർ, ഞാൻ ഹിസ്റ്ററി ഓഫ് ദ ഹോൾ വേൾഡ് ഇൻ 1 Excel ഷീറ്റ് ഞാൻ തീർത്തിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസിനൊക്കെ കുട്ടികളെ ഗൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ടേക്ക് മൈ നമ്പർ 9502038875 അല്ലെങ്കിൽ ഡോക്ടർ TPS എന്ന് ടൈപ്പ് ചെയ്യാം. ഗോ ആൻഡ് ഗൂഗിൾ ആൻഡ് ഗെറ്റ് മൈ ജിയോഗ്രഫി ക്ലാസ്സസ്. സിവിൽ സർവീസിന്റെ ജിയോഗ്രഫി ക്ലാസ്സും ചിലപ്പോൾ കാണാം. ഗെറ്റ് ഇൻ കോൺടാക്ട്, ഹാവ് 1-1-1 ഡിസ്കഷൻ, and I'm sure I can tell you, and that becomes a class for many other students. We can do that. ശിവദ പ്ലീസ്. ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ശിവദ. ശിവദക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇന്ന് സാറിന്റെ ക്ലാസ് കേട്ടപ്പോ നിനക്ക് എന്താ തോന്നിയത്? കാരണം ഒരുപക്ഷെ ഇപ്പൊ ഫസ്റ്റ് ഇയർ BSc വന്ന കുട്ടി എന്നുള്ള രീതിയിൽ നിനക്ക് എന്താ പറയാനുള്ളത്? സാർ എനിക്ക് ഇപ്പൊ +2 കഴിഞ്ഞിട്ടുണ്ടേ. ഇവിടെ ഞാൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലായിരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് GIS ആ ഒരു സ്കോപ്പും ഈ ജിയോ ഇൻഫർമാറ്റിക്സിന് ഇപ്പൊ ഉള്ള ആ ഒരു
കാര്യങ്ങളൊക്കെ സാറിന് ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞു നന്നായിട്ട് നന്നായി മനസ്സിലായി സാർ. Prasad, can you conclude? Anything more to say? നമുക്ക് ഇന്നലെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് ഓൺലൈനിലാണോ? ഇല്ല സാർ, എനിക്ക് തോന്നുന്നു വളരെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, സാറ് പറഞ്ഞതുപോലെ സാർ ഓൺലൈൻ അത്ര ഹാപ്പി അല്ലെന്ന് പറഞ്ഞു. നമുക്കൊരു ഓഫ്ലൈൻ തുടർന്നുള്ള കാലങ്ങളിൽ ഇനിയിപ്പോ സാറ് നാട്ടിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു സാറ് ഒരു 1-2 ദിവസം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നത് നമുക്കൊരു വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നു. പ്രസാദ്, ക്യാൻ യു സപ്ലിമെന്റ് വിത്ത് ദാറ്റ്? അതെ അതെ, അത് തന്നെ. ഓ, മറ്റു കൂട്ടുകാർക്കൊന്നും പറയാനില്ല. സർ, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ജോഗ്രഫിയുടെ ഒരു വാല്യൂ എങ്ങനെ വരുന്നേ? ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പില് ഈ റൂട്ടിലൂടെ പോയാൽ 1/2 മണിക്കൂർ എക്സ്ട്രാ എടുക്കും, 4 മിനിറ്റ് എക്സ്ട്രാ എടുക്കും എന്ന് പറയുന്നില്ലേ മോളെ? അതെങ്ങനെ പറയണേ? അങ്ങനല്ല, അത് സൗണ്ടിങ് സിസ്റ്റം അല്ലേ ശരിക്ക്? അല്ലാതെ ഈ ജോഗ്രഫിക്കലി എന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അത് ഫുൾ ചെയ്യുന്നത് ഈ ജിയോഗ്രഫിക്കലി ബേസ്ഡ് ആണ്. എത്ര ഡിസ്റ്റൻസിലാണ് അത് മൂവ് ചെയ്യുന്നത്? നമ്മുടെ മാപ്പ് ഫുള്ളായിട്ട് കൊടുക്കാന്ന് വിചാരിക്കും. ഒരു പുതിയൊരു റോഡിലൂടെ പോകുന്ന സമയത്ത് അതില് ഹൈറ്റ് ഉള്ള ഒരു റോഡാന്ന് വിചാരിക്കുക. മറ്റേ അടുത്ത് ട്രാഫിക് കൂടുതലുണ്ട്. ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഹൈറ്റ് വരുന്ന സമയത്ത് ഇറ്റ് ടേക്സ് മോർ ടൈം. അപ്പോൾ ഹൈറ്റ് ഇൻവോൾവ് ചെയ്ത് ട്രാഫിക് ഇൻവോൾവ് ചെയ്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഈ പുതിയ റീറൂട്ടിങ് നടക്കുമ്പോൾ ഏതാണ് കൃത്യമായിട്ട് 4 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നത്, 2 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നതെന്ന് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് AI ബേസ്ഡ് ആണ്. ഇപ്പൊ AI ബേസ്ഡ് മാത്രമല്ല, നിങ്ങളിപ്പോ AI മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് വരാൻ പോകുന്നത്. അല്ല, ഇതിലേക്ക് ഇനിയിപ്പം എനിക്ക് ഈ MSc കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? You have to have a strong mathematical aptitude, deep learning, mission learning. നിങ്ങൾക്ക് എത്ര പേര്, ഇപ്പൊ എനിക്ക് കുറേ കുട്ടികളുണ്ട്. ശിക്ഷാ ജ്ഞാനം മെന്ററിങ് SJM ഡോക്ടർ TPS നടിക്കാം. SJM ഡോക്ടർ TPS എന്റെ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് അയക്കാം, ഞാൻ പറഞ്ഞ നമ്പറിലേക്ക്, അല്ലെങ്കിൽ സെർച്ച് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്, സെൻഡ് മീ. അതിനകത്ത് കുറേ കുട്ടികൾ അവരുടെ ഏതൊക്കെ ഫീൽഡിലാണ് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഇഷ്ടം പോലെ ഡിസ്കഷൻസ് വരും. ആ ഡിസ്കഷൻസ് മിക്കവാറും ബിടെക്കിലായിരിക്കും. അതുകൂടാതെ ഇന്നലെ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ, ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിമിനോളജിയിൽ പഠിച്ച് ഹയർ സ്റ്റഡീസിൽ എന്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇയാളുടെ താല്പര്യം, ഇയാൾക്ക് പ്ലാനിങ്ങിലാണോ താല്പര്യം, പ്രാക്ടിക്കൽ ജോബിലാണോ താല്പര്യം, അഡ്മിനിസ്ട്രേഷനിലാണോ താല്പര്യം, അക്കാഡമിക്സിൽ പഠിപ്പിക്കാനാണോ താല്പര്യം, അതനുസരിച്ചിട്ടാണ് അടുത്ത ഏത് സ്റ്റെപ്പിലാണ് പോകേണ്ടതെന്നുള്ളത്. അതിൽ മാത്തമാറ്റിക്സ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ്. റിമോട്ട് സെൻസിങ്ങും ഇമേജ് അനാലിസിസും ഒക്കെ ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ ലാൻഡ് കവർ, ലാൻഡ് ക്ലാസിഫിക്കേഷൻ, റൂട്ടിങ്, ബിൽഡിങ്, ഫോറസ്റ്റ് കവർ കണ്ടുപിടിക്കാൻ, അതിൽ മിഷൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഈ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചിട്ടാണോ താല്പര്യം? അല്ല പ്രെഡിക്റ്റീവ് മോഡലിംഗ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണോ താല്പര്യം? അല്ല അർബൻ പ്ലാനിങ്ങിലാണോ താല്പര്യം? നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിലാണോ താല്പര്യം? അല്ല മാപ്പിങ്ങും കാർട്ടോഗ്രഫി ആണോ താല്പര്യം? അല്ല നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡ്, ഇപ്പൊ GIS ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തില് അമേരിക്കയിൽ ആർക്കിൻഫോ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, അവരാണ് ഇന്നത്തെ GISന്റെ ഏറ്റവും വലിയ ടോപ്പ് ആൾക്കാർ. അതിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നല്ലോണം വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ വർക്ക് ചെയ്ത കാസർഗോഡുകാരനായ ബാലകൃഷ്ണനാണ്. അടുത്ത പ്രാവശ്യം ബാലകൃഷ്ണൻ വരുമ്പോൾ ഐ വിൽ ആസ്ക് ഹിം ടു കം ടു യുവർ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ കുറേ വ്യത്യസ്തമായ ആൾക്കാരുണ്ട്. അവരൊക്കെ ജിയോ സയൻസസിലാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞത്.
നമ്മൾ ഏത് സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്നുള്ളതല്ല ഇന്ന് ലോകം നോക്കുന്നത്. അപ്പൊ ഫാത്തിമ ഇപ്പൊ ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് 10 ഫീൽഡ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മൂക്ക് എന്നാണ് പറയാം, ഓൺലൈൻ ഫ്രീ കോഴ്സസ്. നിങ്ങൾ ഏത് കോഴ്സ് എവിടെ പഠിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. ഇന്റർനാഷണലി ബെസ്റ്റ് എബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ഒരു 10 കോഴ്സിലെങ്കിലും പാരലി ചേരണം. ഞാനൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിക്കൊക്കെ കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാവരും 10 കോഴ്സെങ്കിലും പാസ്സായാലേ അടുത്ത കൊല്ലം പ്രൊമോഷൻ തരുള്ളൂ, ശമ്പളം കൂട്ടി തരുള്ളൂ, ഇൻക്രിമെന്റ് കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നൊന്നും ബാധകമല്ല. താല്പര്യമുള്ള ഏതെങ്കിലും വിഷയം എടുക്കുക. ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ടെർമിനോളജീസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള GIS, അറ്റ്ലീസ്റ്റ് 5 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് GISലെ ഒരു സർട്ടിഫിക്കറ്റിന് ഫാത്തിമ ഇന്ന് ചേരുക. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. കാശ് കൊടുക്കണമെങ്കിൽ കൊടുക്കാണ്ടിരിക്കാം. കാശ് കൊടുത്ത് പഠിക്കുന്നതും കാശ് കൊടുക്കാണ്ട് പഠിക്കുന്നതും ഒക്കെ ഈക്വലന്റ് ആണ്. ചില യൂണിവേഴ്സിറ്റികൾ സർട്ടിഫിക്കറ്റ് തരാൻ മാത്രം കാശ് ചോദിക്കും. അത് കോഴ്സറ, ഉഡാമി, കുറേ കോഴ്സുകളുണ്ട്. സ്കിൽ സെറ്റ്, ഈക്വലന്റ് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമിങ്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. AXML എങ്ങനെ പ്രോഗ്രാമിംഗ് പഠിക്കാം, ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ I can guide you what to do next after your masters. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, പല കുട്ടികൾക്കും ചെയ്യുന്നതാണ്. സോ യു മസ്റ്റ് കീപ് ഇൻ കോണ്ടാക്ട്, ഗെറ്റ് മൈ ഗൈഡൻസ്. ഇത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന്. സാറേ, പ്ലീസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ഓൺലൈൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് സ്വാഭാവികമായിട്ടും പല പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികൾക്കപ്പുറത്ത്, ആ പരിമിതികൾ കൂടി ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് പിന്നെ ഡോക്ടർ TPSന്റെ സെഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ഓൺലൈൻ സെഷൻ ഞങ്ങൾ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലും മറ്റ് കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കുക. അദ്ദേഹം ബേസിക്കലി കണ്ണൂരുകാരനാണ്. സാറേ, ഞാന് ശ്രീകണ്ഠാപുരത്താണ് കേട്ടോ. ഭാര്യ വീട് മയിലാണ്. അപ്പൊ പിന്നെ വ്യക്തമായല്ലോ. ഞാൻ മയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ വന്ന എനിക്കൊന്ന് 20-25 കൊല്ലം മുമ്പായിരിക്കും. അതെ 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 ശരി, ഓക്കെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ് നല്ല അനുഭവമായിരുന്നു. സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂട്ടുകാരെ ശ്രദ്ധിക്കണം. നമുക്ക് അറിയാവുന്നതുപോലെ ഈ അടുത്ത കാലത്താണ് നമ്മൾ അറിവിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തത്. ശാസ്ത്രം, അല്ലെങ്കിൽ ഗണിതം, സാമൂഹ്യ ശാസ്ത്രം, മനസ്സ്, നോക്കൂ, പല വിഷയങ്ങളുടെയും ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിൽ, സ്ട്രാബോ, അല്ലെങ്കിൽ പിന്നെ ഹിക്കേഷ്യസ്, ഹെറഡോട്ടസ്, ഇവരെ ആരും ജോഗ്രഫർ എന്നോ ചരിത്ര അധ്യാപകനെന്നോ ബിഹേവിയറിസ്റ്റ് ഒന്നും പറയാറില്ല. അവരെല്ലാവരും ഫിലോസഫേഴ്സ് ആണ്. അപ്പോ കേവലം ഏതെങ്കിലും ഒരു ധാരയിൽ മാത്രം അറിവുണ്ടാവുന്നത് ഇനി അങ്ങോട്ട് വലിയ ഗുണം ചെയ്യില്ല എന്നും, പഠിക്കുന്ന വിഷയം എന്ത് തന്നെയാണ് എങ്കിലും മറ്റ് വിഷയങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പഴയതും പുതിയതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ സാങ്കേതിക വിദ്യയും അറിവുകളുമായിട്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തി എന്ന രീതിയിലും വിഷയം എന്ന രീതിയിലും പ്രതിപ്രവർത്തിക്കണം എന്നൊരു വളരെ ബേസിക് ആയ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജാണ് ഡോക്ടർ TPSന്റെ ഒന്നാമത്തെ അവതരണത്തിലെ പ്രത്യേകത. നമ്മുടെ ഐസക് ന്യൂട്ടൻ ചാവുന്നത് വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഒരിക്കലും സയന്റിസ്റ്റ് ആണെന്ന്, ശാസ്ത്രജ്ഞനാണെന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു നാച്ചുറൽ ഫിലോസഫർ എന്ന് മാത്രമേ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഫിസിക്സുകാരുടെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ശാസ്ത്രജ്ഞരുടെ പട്ടികയിലാണ് ഐസക് ന്യൂട്ടൻ ഉണ്ടാവുക. ഞാനീ പറയുന്നത്, നമ്മൾ ഈ അറിവിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം നടക്കുന്ന മാറ്റങ്ങള് ശ്രദ്ധയോടെ കരുതലോടെ നോക്കുന്ന സമൂഹമാണ് നമ്മൾ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ ഈ വർഷം ചേർന്ന കുട്ടിക്ക്, മ്യൂസിക് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ മൈനറായിട്ട് ജോഗ്രഫിയും കെമിസ്ട്രിയും പഠിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് ദേശീയ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴുള്ളത്. അതായത് നമുക്ക് തുടക്കത്തിൽ ഈ അറിവിന്റെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ടായിരുന്നില്ല, ഇടക്കാലത്തുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഒരു പക്ഷേ സോഷ്യൽ ഫിലോസഫേഴ്സോ നാച്ചുറൽ ഫിലോസഫേഴ്സോ ആയി മാറാനുള്ള വലിയ സാധ്യത ഇന്ന്
നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രാൻസ് ഡിസിപ്ലിനാരിറ്റി, മൾട്ടി ഡിസിപ്ലിനാരിറ്റി, വിഷയങ്ങളുടെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ചെറുകഴിച്ചു വിടാനുള്ള വലിയൊരു സാധ്യത രണ്ടാമതായിട്ട് സാറ് തുറന്നു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എനിക്ക് ശ്രദ്ധയപ്പെട്ടത്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ നമ്മുടെ ഈ കഡസ്ട്രൽ മാപ്പിംഗ്, ബേസിക് മാപ്പിംഗ് മുതൽ കുഞ്ഞു മാപ്പിംഗ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള പുതിയ സങ്കേതങ്ങൾ വരെ റിമോട്ട് സെൻസിങ്ങിന്റെയും അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സിന്റെയും സാധ്യതകൾ നമ്മൾ ജോഗ്രഫേഴ്സ് എങ്ങനെ നോക്കി കാണണം എന്നുള്ളതിനെ കുറിച്ച് മാഷത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും അവസാനം അദ്ദേഹം കയ്യിൽ കാണിച്ച ഒരു 4 സ്കെയില് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. 4 സ്കെയിലുകൾ അദ്ദേഹം പരസ്പരം കൂട്ടിമുട്ടിച്ചിട്ട് അത് എങ്ങനെയാണ് ഒരു ടീച്ചിങ് ടൂളായിട്ട് ഇഫക്റ്റീവായി ഉപയോഗിക്കുക എന്നും, അതുകൂടാതെ നമ്മൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വീണ്ടും അടിവാരി കാണും, നമ്മൾ ഇതിന്റെ മാത്സോ അതിന്റെ പിറകിലുള്ള ഫിസിക്സോ അറിയാതെയാണ് പലപ്പോഴും ജോഗ്രഫി പഠിപ്പിക്കുന്നത്. അപ്പൊ ജോഗ്രഫി പഠിപ്പിക്കുമ്പോഴും അതിനകത്തുള്ള മറ്റ് ശാസ്ത്രങ്ങളെ അറിയാതെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നമാണ് വിഷയം ഇത്രയേറെ കുറച്ചു പേർക്കെങ്കിലും അരോചകമാവുകയോ കുറച്ചു പേർക്കെങ്കിലും പ്ലേസ്മെന്റ് ഇല്ലാതെ ആകുന്ന കാരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, പിന്നെ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ, ഡിഗ്രി, അതിന്റെ സമയ വ്യത്യാസം, അതിന്റെ പിറകെയുള്ള ഫിസിക്സ് നമുക്കറിയണം, മാത്സ് നമുക്കറിയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളൊക്കെ ഈ പിന്നെ മോളിവേറ്റ് പ്രൊജക്ഷനും ഇവിടെ സിനുസോയിഡൽ പ്രൊജക്ഷനും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ 2πr അല്ലെങ്കിൽ പിന്നെ πr², റേഡിയസ് ഓഫ് ദി റെഡ്യൂസ്ഡ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ 6 കാണുന്നതല്ലാതെ അതിന്റെ പിറകിലുള്ള മാത്തമാറ്റിക്സ് എന്താണ് റെഡ്യൂസ്ഡ് എർത്ത് എന്ന രീതിയിലുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണം പലപ്പോഴും ജോഗ്രഫിയിൽ ചിലപ്പോഴെങ്കിലും ചില ആൾക്കെങ്കിലും മിസ്സാവുന്നുണ്ട്. അതും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ വിഷയത്തിന്റെ സൗന്ദര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ തലത്തിലേക്ക് എത്തും എന്ന രീതിയിൽ നമ്മൾ എല്ലാവരെയും ഒന്ന് ശരിക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ലളിതമായ മനോഹരമായ അവതരണമായിരുന്നു. എപ്പോഴെങ്കിലും സാറ് ഒരു തവണ നാട്ടിലുള്ളപ്പോ ഒരു ദിവസമാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരണമെന്നും ഞങ്ങളുടെ കൂട്ടോട് ഒരിക്കൽ കൂടി സംസാരിക്കണമെന്നും, സാറിന്റെ പ്രൊഫഷണൽ കരിയറിലോ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ട് എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ പരിഗണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിറഞ്ഞ മനസ്സോടുകൂടി സാറിന് നന്ദി പറയാണ്. ഇങ്ങനെ ക്ലാസ്സിലേക്ക് സാറിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട സാറിനെ ഇങ്ങോട്ട് എത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചോടി ജയപാൽ സാറിനും നന്ദി പറയാണ്. പരിപാടി കേട്ടോണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നന്ദി പറയാണ്. പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് ഒരു ടേക്ക് അവേ മെസ്സേജ് പറയുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ TPS ഒരു 2 മിനിറ്റ് കൂടി സാർ നമ്മുടെ കുട്ടികളോട് ഒരു മെസ്സേജ്. പ്രസാദ് ജി, വളരെ സന്തോഷം. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്, നമ്മുടെ അയൽവാസികളാണ്. ഞാൻ എന്നെ ജിയോഗ്രഫി പഠിപ്പിച്ച എൻ്റെ ഏട്ടൻ തന്നെയാണ്. എൻ്റെ സോഷ്യൽ സയൻസ് മാഷ് എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ബ്രദർ പോലും എൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സഞ്ചരിക്കാത്ത പല സ്ഥലത്തും സഞ്ചരിച്ചിട്ട് അത് കണ്ടപ്പോൾ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ജിയോഗ്രഫി, ഇതാണ് ഹിസ്റ്ററി എന്ന്. ഈ ക്ലാസ് അടക്കം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട എൻ്റെ ഏട്ടനാണ് ആദ്യം കേൾക്കുക. അതെനിക്ക് ഉറപ്പാ. അത് കേട്ടിട്ട് എന്നോട് പറയും നീ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ പലപ്പോഴും അനുഭവത്തിലൂടെ, സാക്ഷാത് അനുഭവദുഷ്ടോ ന സുഹൃത്തോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം എന്നാണ്. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടല്ല, അനുഭവിച്ച് പഠിക്കുമ്പോഴാണ് ആ സുഖം ഉണ്ടാവുക. അപ്പോൾ അനുഭവിച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത് ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെയാണ്. മാത്തമാറ്റിക്സിലൊക്കെ കുറെ അബ്സ്ട്രാക്ട് വരും, പക്ഷെ ജിയോഗ്രഫിയിലൊന്നും അബ്സ്ട്രാക്റ്റ് ഇല്ല. അത് കാണിക്കാനും കാണിച്ചു കൊടുക്കാനും സാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ സധൈര്യം പറഞ്ഞത്, നിങ്ങളുടെ ഏത് ചാപ്റ്ററും ഏത് സിലബസും എടുത്തിട്ട് എനിക്ക് പ്രീ നോട്ടീസ് ഒന്നും വേണ്ട, ഇത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ ക്ലാസ്സിൽ വിളിച്ചാൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ഓക്കെ. അപ്പൊ എപ്പോഴും എനിക്ക് വരണം താല്പര്യമുള്ള സ്ഥലമാണ്. ഇപ്പൊ ഒരു കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ്, പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരാൻ സൗകര്യമുള്ളപ്പോഴൊക്കെ ഞാൻ വരാം, എപ്പോഴാണെന്ന് വെച്ചാൽ കാണാം. അത് മാത്രമല്ല, നമുക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് കുറേ ഫ്രീഡം ഉണ്ട്, അതിലെന്ത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പം ഞാനിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓപ്പൺ ആണ്. യു ക്യാൻ സ്റ്റാർട്ട് കോണ്ടാക്ടിങ് മീ ഇൻഡിവിജ്വലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് വേണോ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്.
ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. സാർ നമ്മുടെ ഇന്റേൺഷിപ്പ് കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഡിപ്ലോമ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ സാറിന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയുള്ള എക്സ്പെർട്ടീസ് ഞാൻ ചോദിക്കുന്നത്. യു സെൻഡ് ദം, നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആക്കാൻ പറ്റുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് പോർട്ട് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് അടൽ എന്ന് പറയുന്ന അഗ്രികൾച്ചറിൽ കിട്ടിയിട്ടില്ല. കേരളത്തിൽ 20 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടില്ല. അടലിന്റെ സെന്റർ ആണ് നമ്മുടേത്. സോ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള, ഇവിടെ ഏറ്റവും കൂടുതൽ ലെമൺ കൾട്ടിവേഷൻ ആണ്. അതുപോലെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ആദിവാസികളും ഒക്കെ ആയിട്ടുള്ള അവരുടെ ജിയോഗ്രഫിക്കൽ പ്രൊഡിക്ഷൻസ് ഉണ്ട്. വളരെ അവർക്കൊക്കെ വെതർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ ഉണ്ടായിരുന്നു. അത് ഇവരെങ്ങനെയാണ് നേടിയെടുത്തത്, ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്താനുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. സാർ ഞങ്ങളുടെ 3 months ഇന്റേൺഷിപ്പില് അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ഞാൻ ഫർദർ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അത്യാവശ്യം ടൂൾസ് പഠിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ആപ്ലിക്കേഷൻ ലെവലില് അവര് നമ്മൾ ആദ്യമായിട്ട് ഞാനും കൂടി ഒരു ഗൂഗിൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാല് അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതിന് പ്രിക്വസിറ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, അവർക്ക് ആവശ്യമുള്ള ഒരു കേസൊക്കെ ഉണ്ടാക്കിയിട്ട് വി ക്യാൻ ഗിവ് ദം പ്രോജക്ട്, ദേ ക്യാൻ കം ആൻഡ് സ്റ്റേ ഹിയർ. സാർ ഒരു കാര്യം കൂടെ, കോഴ്സ് സാർ ഔപചാരികമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കൺക്ലൂഡ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ആദ്യത്തെ സെഷൻ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, താങ്ക് യു സാർ. ജയപാൽ സാറേ, സാറ് കൺക്ലൂഡ് ചെയ്തോ. ലാസ്റ്റ് അല്ല സാർ, നമ്മൾ ഇന്നിപ്പോ ഒരു നല്ല ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് ഞാനും സാറുമായിട്ടുള്ള ബന്ധത്തില്. അത് ഇനി ശേഷിക്കുന്ന കുറച്ചു കാലം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളൂ. അപ്പൊ അത് സാറിന്റെ ഒരു പ്രസൻസ് ഏതെങ്കിലും തരത്തില് സെമിനാർ, നാഷണൽ സെമിനാർ, ഇന്റർനാഷണൽ സെമിനാർ, വർക്ക്ഷോപ്പ്, അതൊക്കെ നമുക്ക് PM ഉഷയുടെ ഭാഗമായിട്ട് ഈ വർഷം അല്ല, ഡോക്ടർ ജയപാൽ റിട്ടയർ ചെയ്യുന്ന ദിവസം പറ, ഞാനിവിടെ ഫാക്കൽറ്റി ആയിട്ട് ഐ വിൽ ടേക്ക് യു ഹിയർ. സാർ അപ്പൊ സാറ് അങ്ങനെയല്ല സാർ, നമ്മുടെ അതെന്തായിക്കോട്ടെ, നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സാറ് 2006 വന്നതിന് ശേഷം കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോ വളരെ അതിനെക്കാട്ടി അന്ന് 2006 കാണുന്നതിനെ കാട്ടി ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് സാർ എനിക്ക് തന്നിട്ടുള്ളത്. തുടർന്നും സാറിന് ഇപ്പൊ നമുക്ക് കുറച്ച് അടുത്ത വർക്ക്ഷോപ്സ് ഒക്കെ വരുന്നുണ്ട്, വർക്ക്ഷോപ്പ്, സെമിനാർ. അപ്പൊ സാറ് ഒഫീഷ്യലായിട്ട് തന്നെ സാറ് വരണം, വന്ന് ഞങ്ങളുടെ കുട്ടികളെ കാണുന്നതോടൊപ്പം തന്നെ സെമിനാർ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ സാറിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് തുടക്കം മാത്രമാണ് സാർ. ഇനി നമ്മൾ ചർച്ചകൾ തുടരും, സംവാദങ്ങൾ തുടരും. സാറിനെ ഈ പറഞ്ഞ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ഇന്ററാക്ട് ചെയ്യാൻ സാറ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സാറ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാണിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. നിങ്ങളുടെ ഇപ്പോഴുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ ഡോക്ടറേറ്റ്സോ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഡോക്ടർ ആവണമെന്നുണ്ട്. അതല്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് തപ്പാണെങ്കിൽ ഇഫ് ദേ ക്യാൻ കം, ഐ ക്യാൻ രജിസ്റ്റർ ദം ഫോർ എ PhD. അതിനൊക്കെയുള്ള ഒരു ഫെസിലിറ്റി ഇന്നുണ്ട്. സോ വി വിൽ ഡു ദാറ്റ്. കാരണം റിമോട്ട് സെൻസിങ് റിട്ടയർ ആയിട്ടുള്ള ഇവിടുത്തെ സെന്ററിലെ ആൾക്കാരെയൊക്കെ ഞാൻ വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഐ ക്യാൻ ഗെറ്റ് ദം അണ്ടർ ദം, ദേ ക്യാൻ രജിസ്റ്റർ ഫോർ എ PhD ഓൾസോ. ഓക്കെ സാർ, അത് ചെയ്യാം സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, പിന്നെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.